ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്താ പറയുക, ഇപ്പോൾ വീണ്ടും ഈ സെയിം ഒരു സബ്ജക്റ്റിൽ തന്നെ വീഡിയോ ചെയ്യുന്ന ആണ്. പക്ഷെ അങ്ങനെ തോന്നരുത്. കാരണം എന്താ വെച്ചാൽ ആദ്യം നമ്മൾ എമ്പുരാൻ്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ ഓക്കെ, അതിൽ പല പേര് ഗസ് ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഗസ് ചെയ്ത പേരാണ് ഡോൺലി. കൊറിയൻ ലാലേട്ടൻ നമ്മൾ വിളിക്കുന്ന കൊറിയൻ ആക്ടറായ ഡോൺലി എമ്പുരാനിലുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കുറേ പലരും വീഡിയോസ് ചെയ്തു. ഓക്കെ, നമ്മൾ കണ്ടു, സോഷ്യൽ മീഡിയ അത് തന്നെ ആയിരുന്നു കുറച്ച് ദിവസം. ഓക്കെ, പിന്നെ അതുകൊണ്ട് അവിടെ അടങ്ങി. അപ്പോൾ നമുക്ക് കൺഫേം ആയിട്ടില്ല, ഒന്നും കൺഫേം അല്ല, ഇപ്പോഴും അറിയില്ല. പക്ഷെ ഇപ്പോൾ അത് 2-3 ദിവസമായിട്ട് വീണ്ടും ചില സൂചനകൾ എന്താണെന്ന് വെച്ചാൽ, ആ സൂചനകൾ വന്ന് വേണമെങ്കിൽ നമ്മൾ എമ്പുരാനിലും അത് പ്രതീക്ഷിക്കാം. കുറച്ചും കൂടി എമ്പുരാനിൽ നമ്മളെ ഗസ് ചെയ്ത് ഉറപ്പിക്കുന്ന രീതിയിലുള്ള സൂചനകൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോലെ തോന്നുക. കാരണം ഞാൻ ഈ ന്യൂസ് കാണുന്നത് എങ്ങനെയാ വെച്ചാൽ, ഡോൺലി അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ട് സലാർ 2ന്റെ പോസ്റ്റർ ഷെയർ ചെയ്തു. അതാണ് ഞാൻ കാണുന്ന ആദ്യത്തെ ഒരു ഇതിനെ പറ്റിയുള്ള ന്യൂസ്. ഞാനെന്ന് പക്ഷെ അപ്പം തന്നെ ഞാൻ വേഗം ചാടിക്കയറി അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ ഒരു പോസ്റ്റർ അവിടെ കണ്ടില്ല. പക്ഷെ ഇത് അദ്ദേഹം ഷെയർ ചെയ്തായിട്ട് കാണുന്ന സ്ക്രീൻഷോട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വ്യാപകമായിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ജോലി, ഞാൻ എൻ്റെ പ്രൊഫഷൻ ഒരു ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഫോട്ടോഷോപ്പും അങ്ങനെ തുടങ്ങി എല്ലാ ഇങ്ങനത്തെ പരിപാടികളൊക്കെ അറിയുന്നത് കൊണ്ടും ഞാൻ ആദ്യം ആ കണ്ണിൽ കൂടെയാണ് നോക്കിയത്. അപ്പോൾ എനിക്കത് ഫോട്ടോഷോപ്പിൽ വെരി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫേക്ക് ആയിട്ട് മാത്രമാണ് എനിക്ക് ഫസ്റ്റ് തോന്നിയിട്ടോ. ഞാൻ ഇത് നമ്മൾ കണ്ടതല്ലേ, നമ്മൾ ഈ അദ്ദേഹത്തിന്റെ എന്താ പറയുക വിക്കിപീഡിയയിൽ പോയി നോക്കിയപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും ആരാധകർ വിചാരിച്ചാൽ. സോ അങ്ങനെ തോന്നി. കാരണം സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് ചിലപ്പം മേ ബി 24 hours ലേറ്റർ അത് പോയിട്ടുണ്ടാവും. പിന്നെയും അത് അങ്ങനെ വെച്ചു ഞാൻ. പക്ഷേ വീണ്ടും ഇതിനെ പറ്റി ന്യൂസ് വന്നുകൊണ്ടിരിക്കുക. അപ്പം പക്ഷേ ഞാൻ ആക്ടർ പ്രഭാസിന്റെ സോഷ്യൽ മീഡിയയിൽ, ഈവൻ ഹോംബാല ഫിലിംസിന്റെ എന്താ പറയുക ഒരു സോഷ്യൽ മീഡിയ പേജിലും ഇൻസ്റ്റാഗ്രാമിലൊന്നും അതിൻ്റെ ഒരു ന്യൂസ് കണ്ടില്ല. കാരണം ഞാൻ വിചാരിക്കുന്നത്, ഇപ്പം ഡോൺലിയെ പോലത്തെ ഒരാള് ഇത് സ്റ്റോറി ഇടുകയാണെങ്കിൽ അത് നമ്മൾ ഒരു നമുക്ക് അതൊരു അതോറിറ്റി, അതായത് നമ്മളിപ്പം പ്രഭാസോ അല്ലെങ്കിൽ ആ സിനിമയിൽ ആരെങ്കിലും അല്ലെങ്കിൽ അതിനുള്ള പ്രൊഡ്യൂസേഴ്സ് അവരാരെങ്കിലും ഈ ഒരു സ്റ്റോറി എടുത്തിട്ട് അവരൊന്ന് അത് ഷെയർ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലല്ലേ. ഇപ്പൊ ഡോൺലിയെ പോലത്തെ ഒരാൾ ഇത് ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഡോൺലി ഇന്ന സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നുമുള്ള അനൗൺസ്മെന്റ് ആയിട്ടല്ല. ഡോൺലിയെ പോലത്തെ ഒരു വേറെ ലാംഗ്വേജിൽ നിൽക്കുന്ന ഒരു ഇന്റർനാഷണൽ ലെവലിൽ മാർവൽ ഫിലിംസിൽ അഭിനയിച്ച ഒരു ആക്ടർ ഈ സലാർ 2ന്റെ പോസ്റ്റ് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതെന്തായാലും പ്രഭാസോ അല്ലെങ്കിൽ ഹോംബാല ഫിലിംസ് അറ്റ്ലീസ്റ്റ് അത് വലിയ കാര്യമായിട്ട് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഷെയർ ചെയ്യണ്ടേ. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോഴും ഞാനത് സത്യമാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ സ്റ്റോറിയിൽ സലാർ 2ന്റെ പോസ്റ്റർ ഇട്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ 100% വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈവൻ ഓൺലൈനിലെ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ പോലും, ഓൺലൈൻ ന്യൂസിൽ പോലും അതിനെപ്പറ്റി കുറച്ച് കൂടുതൽ ചർച്ചയാണ്. അതിനെ കുറിച്ചിട്ട് എന്താ പറയാ, അങ്ങനെ ഷെയർ ചെയ്തു പറഞ്ഞിട്ട്. സോ സലാർ 2 ഉണ്ടോ? സലാർ 2 നമ്മുടെ ഡോൺലി അഭിനയിക്കുന്നുണ്ടോ? അതാണ് ഇപ്പോഴത്തെ ഡൗട്ട്. അങ്ങനെയാണെങ്കിൽ സലാർ 2 ഡോൺലി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പൃഥ്വിരാജ് 2 സലാറിലുണ്ട്, നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ എന്തായാലും സലാർ 2 ഡോൺലി ഉണ്ടെങ്കിൽ സലാർ 2 പൃഥ്വിരാജും ഉണ്ട്. അവർ തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എമ്പുരാനിൽ ഡോൺലിക്ക് വന്ന് അഭിനയിച്ചുകൂടാ? അല്ലെങ്കിൽ ഓൾറെഡി അഭിനയിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പം ഇപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ഇതിങ്ങനെ നിൽക്കുകയാണ്. നമ്മളൊരു പുകമറ പോലെ ഇങ്ങനെ നടക്കുകയാണ്. ഇത് എന്താന്ന് നമുക്ക് ഒരു കൺഫർമേഷൻ, ഒരു ഒതന്റിക് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ഇതുവരെ ആരും തന്നിട്ടില്ല. ബട്ട് അത് തന്നെയാണല്ലോ അതിൻ്റെത്. നമ്മൾ എന്തും ഉണ്ടെങ്കിൽ ആ സസ്പെൻസ്, സർപ്രൈസ് എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ നിൽക്കുന്നതാണല്ലോ ഏറ്റവും നല്ലത്. ആസ്വാദനത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ആ ലെവലിലേക്ക് എത്തിക്കാൻ ആ സർപ്രൈസ് എലമെന്റിനെ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആർക്കും ഇത് കൺഫേം ആയിട്ട് ഒന്നും അറിയില്ല. പക്ഷെ എനിക്കിപ്പോഴും ഡൗട്ട് അറിയേണ്ടത്, ഈ സത്യത്തിൽ ഇത് കാണുന്ന നമ്മൾ ആരെങ്കിലും ഇത് കണ്ടിരുന്നോ? അദ്ദേഹം സ്റ്റോറി ഇട്ട് ആ ടൈമിൽ അദ്ദേഹം സ്റ്റോറിയിൽ പോയിട്ട് ഇത് കണ്ട ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ സ്റ്റോറി ഇട്ട് എന്നുള്ള ഒരു സ്ക്രീൻ ഗ്രാബ് ജസ്റ്റ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത് മാത്രമാണോ കണ്ടത്? ഒന്ന് പറയട്ടോ. ആരെങ്കിലും ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വിവരം ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഞാനിതിൽ എനിക്ക് പക്ഷെ കുറച്ച് പ്രതീക്ഷ കൂടിയിട്ടുണ്ട്. അവിടെ ഇവിടെ നിന്നൊക്കെ ന്യൂസ് ഇങ്ങനെ കേൾക്കുമ്പോൾ കുറച്ചൊരു പ്രതീക്ഷ സലാറിൽ അദ്ദേഹം വരുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ പൃഥ്വിരാജ് എമ്പുരാനിലേക്കൊക്കെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് അദ്ദേഹം വരാനുള്ള ഒരു ചാൻസ് ഉണ്ടോ? അത് നടക്കട്ടെ, അല്ലെ? അത് സത്യമായിരിക്കട്ടെ, സത്യസന്ധമായിരിക്കട്ടെ. ആ മാറ്ററൊക്കെ എമ്പുരാനിൽ പോലെ അദ്ദേഹം വരട്ടെ.
ഒക്കെ ഉള്ള ഒരു സ്റ്റോറിയൊക്കെ എംപുരാനിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അദ്ദേഹത്തിനെ പോലത്തെ ഒരു ആക്ടർ വരുമ്പോൾ അത് ഗംഭീരമായിരിക്കും. കാരണം നമുക്ക് ഭയങ്കര, കാരണം നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് പോലെ നമ്മൾ ഇദ്ദേഹത്തിന്റെ കൊറിയൻ ലാലേട്ടൻ എന്നുള്ള പേര് പോലും വരാൻ കാരണം ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും കുത്തിരുന്ന് കാണാൻ വരില്ല, അങ്ങനെ ഇരുന്ന് കണ്ടു തീർത്താണ് കുറേ മുന്നേ. എനിക്ക് ഭയങ്കര ആഗ്രഹം എന്ന് വെച്ചാൽ ഗാങ്സ്റ്റർ ദ കോപ്പ് ആൻഡ് ദ ഡെവിൾ എന്ന് പറഞ്ഞ മൂവി അത് മലയാളത്തിൽ റീമേക്ക് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യം. അമൽ നീര് അതൊക്കെ അത് എടുത്തിട്ട് ലാലേട്ടൻ, പൃഥ്വിരാജ്, ഫഹദ് ഫാസിലിലേക്ക് വെച്ച് ആ സിനിമ ചെയ്താൽ വേറെ ലെവലായിരിക്കും എന്ന് ഇപ്പോഴും ആഗ്രഹിക്കണം ആ സിനിമ കാണാൻ. സോ ആ ഒരു ഓറ, ആ ഡോൺലിയുള്ള കരിസ്മ, അദ്ദേഹത്തിനെ സ്ക്രീനിൽ കാണുമ്പോൾ ആ ഒരു സ്ക്രീൻ എന്താ പറയുക, നമ്മൾ പറയല ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, അത് ലാലേട്ടനായിട്ട് ഭയങ്കരമായിട്ട് മാച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൊറിയൻ ലാലേട്ടൻ, മേ ബി ആ തടി കൊണ്ടും കൂടി ആയിരിക്കാം കൊറിയൻ ലാലേട്ടൻ എന്ന് പറയാനുള്ള മെയിൻ കാരണം. ആ ഒരു കരിസ്മ ഉണ്ട് അദ്ദേഹത്തിന്, ലാലേട്ടൻ സ്ക്രീനിൽ വരുമ്പോൾ അതുണ്ട്, ഭയങ്കരമാണത്. എനിക്ക് ഈ ചാനലിൽ കൂടെ നമ്മൾ അദ്ദേഹത്തിന്റെ കുറച്ച് സിനിമ, മൂവീസും സീൻസും ഒക്കെ റിവ്യൂ ചെയ്യണം, ചുമ്മാ റിയാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളത് ചെയ്യണം എന്തായാലും. സോ അറിയില്ല, നമുക്ക് ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒരു വീണ്ടും ഈ ന്യൂസ് തന്നെ ഇങ്ങനെ വന്നപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് നോക്കാം, മേ ബി ഇതൊക്കെ സത്യമായിരിക്കാം, ഇതിൽ എന്തെങ്കിലുമൊക്കെ സത്യമായിരിക്കാം അല്ലെങ്കിൽ. സോ ഒരു കൺഫർമേഷൻ വരുമ്പോൾ നമുക്ക് അതിന്റെ വീഡിയോ ചെയ്യാം. ഇപ്പം എന്തായാലും ബൈ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.